ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡാണ്. സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 3 കളറുള്ള ക്യാപ്സിക്കം എടുത്തു വെച്ചിട്ടുണ്ട്. റെഡ്, അതുപോലെ യെല്ലോ, അതുപോലെ ഗ്രീന്, 3 കളറ്. അതിന് മുഴുവനും എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി വീതം എടുത്തിട്ടുള്ളൂ. അത് നമ്മൾക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് സലാഡിന് എപ്പോഴും നല്ലത്. വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുവാണെങ്കിൽ നമ്മൾക്കത് കഴിക്കുവാനും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് മടുപ്പും ഉണ്ടാകും. ഇതുപോലെ ചെറിയ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ അതിനകത്തിടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഈ വെജിറ്റബിളിലൊക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പല കളറുകളിലുള്ള വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുന്നത് നമ്മൾക്ക് ഒത്തിരി ആരോഗ്യത്തിന് നല്ലതാണ്. ആർട്ടിഫിഷ്യൽ അല്ലാത്ത കളറുകളാണല്ലോ ഇതൊക്കെ. ഒറിജിനൽ കളറുകളാണ് ഇത്. പല കളറിലുള്ള വെജിറ്റബിള് നമ്മളത് കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് വളരെ വൈറ്റമിൻസും ഒക്കെ കിട്ടുന്നതാണ്. ഇതിനകത്തൊക്കെ ഒത്തിരി ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്, ഒത്തിരി വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾക്ക് കിട്ടും. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറുകളൊന്നും കഴിക്കണ്ട. ഇതുപോലെയുള്ള കളറുകൾ, പല കളറിലുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ ടൊമാറ്റോ, അതുപോലെ തന്നെ ബീട്രൂട്ട് ഒക്കെ ഒറിജിനൽ കളറുകളല്ലേ. അതൊക്കെ നമുക്ക് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പം ഞാൻ ചുമപ്പ് ക്യാപ്സിക്കം അരിഞ്ഞു കഴിഞ്ഞു. പിന്നെ അരിയുന്നത് യെല്ലോ കളറാണ്. യെല്ലോ കളർ ഞാനിതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് ചേർത്ത് പിടിച്ചങ്ങ് അരിഞ്ഞെടുക്കാം. അല്ലായെങ്കിൽ വെജിറ്റബിൾ കട്ടറിൽ വെച്ച് അരിഞ്ഞെടുക്കാം. ഞാൻ എന്തായാലും ഈ ഒരു രീതിയിൽ അങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. ഇപ്പം ഞാൻ യെല്ലോ കളറും അരിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ എടുക്കുന്നത് പച്ച കളറാണ്. പച്ച കളറ് ഞാൻ അതുപോലെ തന്നെ അരിഞ്ഞെടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ സോഡാപ്പൊടി കലക്കിയ വെള്ളത്തിൽ ഒരു 10 മിനിറ്റോളം ഇട്ട് വെച്ച് എടുക്കും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത വെജിറ്റബിളാണ്. ഒരു പരിധിവരെ അതിൻ്റെ വിഷാംശമൊക്കെ പോയി കാണുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഈ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലുള്ള അരിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം അരിയാനായിട്ട്. അങ്ങനെ ഞാൻ 3 കളറും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ടുണ്ട്. ഇനിയുള്ളത് ടൊമാറ്റോയാണ്. ടൊമാറ്റോയും അതുപോലെ തന്നെ അതിൻ്റെ നടുക്കുള്ള ആ കട്ടിയുള്ള ഭാഗമൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കാം. അങ്ങനെ അതും ആ ഒരു ടൊമാറ്റോയും ഞാൻ അരിഞ്ഞ കൂട്ടത്തിലിട്ടു. ഇപ്പോൾ പല കളറായില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1 കപ്പ് ക്യാബേജും ഈ ഒരു രീതിയിൽ കനം കുറഞ്ഞ് സ്വല്പം നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു സവോളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് വേറൊരു ബൗളെടുക്കാം. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ്. പുളിയില്ലാത്ത മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു കപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ഞാനൊരു 10 ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. വലുതാണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാനൊരു 10 എണ്ണം എടുത്തത്. അത് ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾക്ക്. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള എരിവ് എന്തോരം ആവശ്യമനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ആ സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെ അടിച്ചാൽ മതി. അതിൻ്റെ ചെറിയ കട്ടകളൊക്കെ ഒന്ന് മാറി കിട്ടും. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം.
ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെ കുറേശ്ശെ ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ ഇട്ടതിന് ശേഷം ഇതുപോലെ ഇളക്കി നമ്മളുടെ തൈരൊക്കെ അതിലെല്ലായിടത്തും പിടിക്കുന്ന വിധത്തിൽ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനത് മുഴുവനും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഞാൻ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമ്മൾക്ക് അതിലേക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ പഴമാണ്, ചിങ്ങമ്പഴമാണുള്ളത്. നമ്മൾക്ക് ആപ്പിളോ ഗ്രേപ്സോ അനാറോ അതുപോലെ തന്നെ പൈനാപ്പിളോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു പഴമാണുള്ളത്, അതുകൊണ്ട് തന്നെ ഞാനത് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇട്ട് കൊടുക്കണം, അത് നേരമാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നത്. അതും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിട്ടിരിക്കുന്ന ആ ഫ്രൂട്ട് എല്ലാ സ്ഥലത്തും ചെല്ലുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾക്ക്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് ആപ്പിൾ സിഡർ വിനാഗിരിയാണ്. 1 ടേബിൾ സ്പൂണോളം ആപ്പിൾ സിഡർ വിനാഗിരി ഒഴിച്ചു കൊടുത്തു. ഇനി വിനാഗിരി ഇല്ല എങ്കിൽ അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയായി ആദ്യം 1 ടീസ്പൂൺ ഇട്ടു, ഇപ്പോഴും 1 ടീസ്പൂൺ ഇട്ടു. ഇനിയും നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേൻ തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഒഴിച്ചു. ഞാൻ ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ ഒഴിക്കുന്നത് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ നമുക്ക് ഒത്തിരി നല്ലതാകട്ടോ. 2 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മൾ സലാഡിനൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി കോസ്റ്റ്ലിയാണ്, എന്നാലും നമ്മളുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. ഒലിവ് ഓയിൽ നമുക്ക് ചൂടാക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ സലാഡിനൊക്കെ ഇതുപോലെ ഒഴിച്ച് നമ്മൾ ചേർത്ത് നമ്മളുടെ ഉള്ളിൽ ചെല്ലണം. ഒത്തിരി നമ്മളുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് ഒലിവ് ഓയിൽ. അപ്പം ഞാൻ അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. വീണ്ടും ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് എടുത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ തൂക്കി കൊടുക്കുകയാണ്. ചില്ലി ഫ്ലെക്സിൻ്റെ മുകളിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. പിന്നെ നമുക്ക് എരിവ് ആകും വേണമെങ്കിൽ, അതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് എടുത്ത് ഇതുപോലെ ഒന്ന് വെതറി കൊടുത്തു. കണ്ടോ, കാണാനും നല്ല ഭംഗി, കഴിക്കാനും നല്ല ടേസ്റ്റ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ സലാഡ് ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. ഒരു നേരം നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സലാഡ് റെഡി ആയിരിക്കുകയാണ്. വീണ്ടും ഞാൻ ഒരു ടേസ്റ്റിനും അതുപോലെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുകയാണ്. നമ്മൾക്ക് കാണാനും ഭംഗി കിട്ടുവാനായിട്ടും അതുപോലെ തന്നെ കഴിക്കാനും ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഈ നട്ട്സ് ഒന്ന് കടിക്കാനും കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നട്ട്സ്, കുറച്ച് കശുവണ്ടി പരിപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കഴിക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റായിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി കഴിക്കണം. നിങ്ങളിതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ, പക്ഷേ ഉണ്ടാക്കാത്തവരെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ അങ്കിൾ ടോം ടേസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ടോ, അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള
നമ്മളുടെ സലാഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. കൊളസ്ട്രോൾ ഉള്ളവരും അതുപോലെ ഷുഗർ ഉള്ളവരും ഡയറ്റ് നോക്കുന്നവരും ഒക്കെ കഴിക്കുക, ഇത് ധാരാളം കഴിക്കുക. നമ്മളുടെ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ പോകട്ടെ. എല്ലാവരും കഴിക്കുക. ഉണ്ടോ, വളരെ ടേസ്റ്റിയാണ്. നമ്മൾക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ഒരു തൈര് ഒഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അധികം പുളിയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിളും പല കളറിലുള്ളതും ഒക്കെ കൂടി ചേർന്നപ്പോൾ ഒരു സമീകൃത ആഹാരം പോലെ ആയിരിക്കുകയാണ് നമ്മളുടെ സലാഡ്. കണ്ടോ, ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ കഴിക്കുവാൻ തോന്നും. കുട്ടികളൊക്കെ കഴിച്ചോളും. അതിനാണ് ഞാൻ സ്വല്പം തേൻ ഒഴിച്ചു കൊടുത്തത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.